എന്തോ ചെയ്യാൻ അദ്ദേഹം തീരാറാണെന്ന് തോന്നുന്നു. കുഴപ്പമില്ലായിരുന്നു. എന്താന്ന് വെച്ചാൽ വേണ്ട കാര്യങ്ങളൊന്നും ചെയ്തു. ഈ വീടും വസ്തു ഞാൻ എടുത്തോളാം. അപ്പൊ ഞാൻ കുറച്ച് പൈസ ഇദ്ദേഹത്തിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി നിങ്ങൾ സർജറി എല്ലാം കഴിഞ്ഞ് എനിക്ക് സമാധാനത്തെ വില പറഞ്ഞ് തന്നോ. അപ്പൊ നിങ്ങളുടെ ആവശ്യം നടക്കട്ടെ. നിങ്ങൾ കുറച്ച് പൈസ അപ്പൊ ഒരു എത്ര രൂപ വേണ്ടി വരുന്നു? ഇപ്പം 8 ലക്ഷം രൂപ നമുക്ക് വേണ്ടത് മൊത്തത്തിൽ. ആ പൈസ ഞാൻ തരാം. നിങ്ങൾ കൊണ്ടുപോയി ഇദ്ദേഹത്തെ ആദ്യം സുഖപ്പെടുത്തി എടുക്കുക. പിന്നെ സമാധാനത്തെ എനിക്ക് എഴുതി തന്നാ കേട്ടാ. ഇക്ക എന്തൊരു പണിയൊക്കെ ഈ പറയാന്? ഇക്കയോ ഒരു ഇതുമില്ലാതെ ഇക്ക പെട്ടെന്ന് എടുത്ത് പൈസ കൊടുക്കാന്ന് പറയാം. എന്തിനു ഇക്ക സാധാരണ എഴുതിയിട്ട് പോലും ഇക്ക പൈസ കൊടുക്കാത്ത ഇക്ക പൈസ കൊടുക്കാന്ന് പറഞ്ഞ കാരണം എന്താ? എടാ, ഞാൻ അകത്ത് കയറിയപ്പോഴാ അദ്ദേഹത്തിന്റെ മുഖത്ത് ഞാനൊന്ന് ശ്രദ്ധിച്ചു നോക്കിയായിരുന്നു. ആ പാലം ഇറങ്ങി വരുന്ന വളവിന് നമ്മുടെ ഈ കാറ് തട്ടിയതാ. എന്തോ കാറ് തട്ടി ഞാൻ ഇച്ചിരി ടെൻഷൻ അടിച്ച് വന്ന് ആ വളവൊന്ന് വീശിയെടുത്തു. പക്ഷെ ഇദ്ദേഹത്തിനെ തട്ടിക്കഴിഞ്ഞ് ഞാൻ ഇറങ്ങി നോക്കിയപ്പോൾ ഇദ്ദേഹത്തിന്റെ തലയേക്കടൊക്കെ ബ്ലഡ് ഒലിച്ച് എനിക്കൊരു വല്ലാത്ത വെപ്രാളമാക്കി. എന്തോ ഇദ്ദേഹം മരണപ്പെട്ടു പോലെ എനിക്ക് തോന്നി. ഞാൻ പിന്നെ അവിടെ നിന്നാൽ എനിക്ക് പണിയാവുമെന്ന് ചോദിച്ച് ഞാൻ നോക്കിയപ്പോൾ പരിസരത്തൊന്നും ആരുമില്ല. ഞാൻ വണ്ടി എടുത്തുകൊണ്ടെങ്കിൽ പോയി. പക്ഷെ ഞാൻ ഇദ്ദേഹത്തിനെ രക്ഷിക്കാൻ നിന്നാൽ എനിക്ക് പണിയാവുമെന്ന് എനിക്ക് തോന്നി. പക്ഷെ എനിക്കൊരു കാര്യം മനസ്സിലായി, അദ്ദേഹത്തിനെ അന്ന് ആശുപത്രി കൊണ്ടുപോയായിരുന്നെങ്കിൽ ഇന്ന് ആ മനുഷ്യന് അവസ്ഥ വരത്തില്ല. അപ്പോൾ അതിൻ്റെ കുറ്റം ചെയ്ത് ഞാനല്ലോടാ. ഇവിടെ വന്നതുകൊണ്ടല്ലേ ഞാൻ ആ തെറ്റുകാരനെന്ന് എനിക്ക് മനസ്സിലായി. പക്ഷെ ഓരോ മനുഷ്യനും ഇങ്ങനെ തന്നെ. നമ്മൾ ഇടിച്ചിട്ടിട്ട് പോകുമ്പോൾ നമ്മൾ ചിന്തിക്കുന്നില്ല ആ കുടുംബത്തിൻ്റെ അവസ്ഥ എന്താണ്. ഇവിടെ വന്നതുകൊണ്ടാണ് എനിക്കത് മനസ്സിലായത്. അതുകൊണ്ടാണ് ഞാൻ പൈസ കൊടുക്കാമെന്ന് പറഞ്ഞത്. അതുകൊണ്ട് ഇതുപോലുള്ള എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ മാക്സിമം അവരെ ഹോസ്പിറ്റലിൽ എത്തിക്കാൻ നമ്മൾ ശ്രമിക്കണം. ഇനി അതിൻ്റെ പേരിൽ എന്ത് കേസുണ്ടായാലും ഇല്ലെങ്കിൽ ഓരോ ജീവനും വിലപ്പെട്ടതാണ്. വാ.